മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുമെന്നും ഗോവിന്ദൻ മീഡിയ വണ്ണിനോട്. എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു? എങ്ങനെയാണ് പ്രതീക്ഷകൾ? വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ വർഗീയ ശക്തികളാണ് അപ്പുറം ഇപ്പുറം മത്സരിക്കുന്നത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ലീഗും കോൺഗ്രസും, മറുഭാഗത്ത് RSSും BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ. ഈ രണ്ട് വർഗീയതക്കെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി അതിശക്തിയായ പോരാട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ നടത്തും. വലിയ മുന്നേറ്റമായിരിക്കും. അത് വരാൻ പോകുന്ന മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പുമായിരിക്കും. ഈ മൂന്നാം ഘട്ടം ആണ് LDFനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. എങ്ങനെയാണ്? അല്ല, ഇത് സെമിയല്ല, ഇത് ചവിട്ടുപടി. ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കേ കൊണ്ടു. അപ്പോൾ സെമിയൊന്നും ആക്കേണ്ട കാര്യമില്ല. ഈ കണ്ണൂർ കോർപ്പറേഷനാണ് ഇപ്പോൾ CPMന് കിട്ടാത്തുള്ളത്. അതും തിരിച്ചു പിടിക്കുന്ന ബാക്കിയുള്ള പ്രതീക്ഷകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പിന്നെ വൈകില് നേരത്തെ തന്നെ കോൺഗ്രസും കോൺഗ്രസ് അവർ BJP അവർ പ്രഖ്യാപിച്ചോട്ടെ. നമുക്ക് വിജ്ഞാപനത്തിന് ശേഷം വിജ്ഞാപനത്തിന്റെ ഒപ്പം തന്നെ പ്രഖ്യാപിക്കും. ഉടൻ തന്നെ ഉണ്ടാവും. ഇന്ന് തന്നെ ഉണ്ടാവും.